നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ലിവിങ് ഓർഗാനിസം. ആക്ച്വലി ഈ ക്രോമസോമൽ മെക്കാനിസം അല്ലെങ്കിൽ ജനറ്റിക്സ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നതിന് മുമ്പ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കടങ്കഥ തന്നെയായിരുന്നു. എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. 1891 ഹെങ്കിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു എക്സ് ബോഡി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വൈൽ ദ സ്പേം സിന്തസിസ് ഇൻ സർട്ടൻ ഇൻസെക്ട്സ് കണ്ടുപിടിച്ചത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചില ഇൻസെക്ട്സിൽ സ്പെർമാറ്റോജനസിസിൻ്റെ സമയത്ത് 50% സ്പേംസിൽ ഒരു എക്സ്ട്രാ ക്രോമസോം ഉണ്ടായി വരുന്നതായി മനസ്സിലാക്കി. ഈ എക്സ്ട്രാ വരുന്ന ക്രോമസോമിനെ അദ്ദേഹം എക്സ് ബോഡി എന്ന് വിളിച്ചു. 50% സ്പേംസിനകത്ത് ഈ എക്സ്ട്രാ ക്രോമസോം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ എക്സ് ബോഡിയാണ് സെക്സ് ക്രോമസോം എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹം പിന്നീട് അത് വേറെ സയൻറ്റിസ്റ്റ് പ്രൂവ് ചെയ്തതാണ് എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു മെയിൽ ഓർഗാനിസം ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരൊറ്റ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അതിന് ഒരു എക്സ് ക്രോമസോമിൻ്റെ കുറവുണ്ട്. അതായത് വെൻ വി സീ ദ ക്രോമസോം നമ്പർ ഇൻ ഫീമെയിൽ ദേ കുഡ് സീ ഓൾ ദ എഗ്സ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൾ ദ എഗ് ഇറ്റ് പ്രൊഡ്യൂസ് എക്സ് ക്രോമസോം. എല്ലാ എഗ്ഗിനകത്തും എക്സ് ക്രോമസോം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 2 എക്സ് ക്രോമസോം ഉണ്ട്. സോ ഫ്രം ദാറ്റ് എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ വാസ് ഡിസ്കവേർഡ്. അത് സാധാരണ കണ്ടുപിടിച്ച് ചില ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പർ അങ്ങനത്തെയൊക്കെ ഇൻസെക്ട്സിലാണ് അത് ആദ്യം കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ എക്സ് ക്രോമസോമിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സെക്സ് ക്രോമസോമിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ഓരോ ഓർഗാനിസത്തിൻ്റെ സെക്ഷുവാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. സെക്സ് ക്രോമസോം അല്ലാതെ ബാക്കി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ, അതായത് ബാക്കി ബോഡിയിലെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോമിനെ ഓട്ടോസോം എന്നും വിളിച്ചു. അതേപോലെ ഹ്യൂമൻ ബീങ്സിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതായത് ഇൻസെക്ട്സിലും ചില ഇൻസെക്ട്സിലും അതേപോലെ തന്നെ മാമൽസിലും ഒക്കെ XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അതായത് ദോസ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഇൻ വിച്ച് ദ സ്പെർമാറ്റോജനസിസ് വെൻ ഇറ്റ് ഒക്കേഴ്സ്, സ്പെർമാറ്റോജനസിസിൻ്റെ സമയത്ത് സെക്സ് ക്രോമസോം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി ഹാവിങ് 50% X chromosomes carrying sperms and 50% it was Y chromosome containing sperms. So from there it was clear their sex determination it is done by XY chromosome. So in these two cases the male organism it has 2 different types of chromosome. അല്ലെങ്കിൽ മെയിൽ ഓർഗാനിസം ആണ് 2 തരത്തിലുള്ള സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ ഗ്യാമീറ്റോജനസിസിൻ്റെ സമയത്ത് 2 തരത്തിലുള്ള ഗ്യാമീറ്റ് ബിക്കോസ് ഓഫ് ദീസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ് ക്രോമസോം. അവിടെ ഒരെണ്ണം XO ടൈപ്പാണ്, അവിടെ ഒരു ക്രോമസോം തന്നെ മിസ്സിംഗ് ആണ്. എന്നാലും വി ക്യാൻ സേ ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പേം, one with X and another without X chromosome, and in XY type one with X chromosome and another with Y chromosome. In these both cases the male it is showing the XY type of sex determination and they are producing the 2 different types of gamete that is called as male heterogamety. അതിന് നമ്മൾ മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറയാം. അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് സർട്ടൻ ഫൗൾസ് ആസ് ചിക്കൻ, ഹെന്നിൻ്റെയൊക്കെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ZZ and ZW type of chromosomes are present for representing the sex of those particular organism. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ സ്പെർമാറ്റോജനസിസ് they couldn't see 2 different types of sperms. എല്ലാ സ്പേമിനകത്തും Z ക്രോമസോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദേ ആർ ഹോമോസൈഗസ് ഫോർ ദെയർ സെക്സ് ക്രോമസോമൽ കോമ്പിനേഷൻ. അതായത് അവരുടെ സെക്സ് ക്രോമസോം വന്നിട്ട് ഒരേപോലത്തെയാണ്. ബട്ട് വെൻ ദേ പ്രൊഡ്യൂസസ് ദ എഗ് ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് സം എഗ് ഇറ്റ് വാസ് വിത്ത് Z ക്രോമസോം, സം എഗ്സ് ഇറ്റ് വാസ് വിത്ത് W chromosome. So from there they could understand Z chromosome and W chromosome, that is the heterogamous condition, it is produced in the female organism. അതായത് ഹെന്നിനകത്ത് ഫീമെയിൽ ഓർഗാനിസത്തിലെ ഈ ഹെട്രോഗ്യാമിറ്റി കാണിക്കുന്ന ഹെന്നിൻ്റെ ഫീമെയിലാണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി. അതിനെയാണ് നമ്മൾ ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ബീങ്സിൽ നമുക്കറിയാം 46 ക്രോമസോംസ് ആണുള്ളത്, 23 പെയർസ് ഓഫ് ക്രോമസോംസ് ആണ്. അതിനകത്ത് 22 പെയർസ് അത് എക്സാക്ട്ലി സിമിലർ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ, ഫീമെയിലും മെയിലും ഒരേപോലത്തെ തന്നെയാണ് കാണുക. അത് നമ്മൾ ഓട്ടോസോംസ് എന്ന് പറയും. അതുപോലെ ഫീമെയിലിനകത്ത് പെയർ ഓഫ് എക്സ് ക്രോമസോമും മെയിലിനകത്ത് XY ക്രോമസോം
ക്രോമസോമാണ് കാണുക. അതുകൊണ്ട് തന്നെ സ്പെർമാറ്റോജെനസിസിൻ്റെ സമയത്ത് രണ്ട് തരത്തിലുള്ള സ്പേംസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. 50% ഇറ്റ് വിൽ ബി ഹാവിങ് എക്സ് ക്രോമസോം ആൻഡ് 50% സ്പേംസ് വിൽ ബി ഹാവിങ് വൈ ക്രോമസോം. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓവത്തിനകത്തും എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ there is an equal probability of fertilization of the ovum with the sperm which has either X or Y chromosome. അതായത് ഈ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഈ സ്പേമിന് 50% ചാൻസ് ഉണ്ട് എക്സ് കണ്ടെയ്നിങ് സ്പേം ടു ജോയിൻ വിത്ത് എഗ് ആൻഡ് 50% ചാൻസ് ഉണ്ട് വൈ ക്രോമസോം ടു ജോയിൻ വിത്ത് ദ എഗ്. സോ ദർ ഇഫ് ഇറ്റ് ഈസ് ജോയിനിങ് വിത്ത് എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പേം ഈസ് ജോയിനിങ് വിത്ത് എഗ് ഇറ്റ് വിൽ ഗീവ് ദ കോമ്പിനേഷൻ ഓഫ് XX ആൻഡ് വൈ ക്രോമസോം കണ്ടെയ്നിങ് സ്പേം ഇഫ് ഇറ്റ് ഈസ് ജോയിനിങ് വിത്ത് ദ എഗ് ഇറ്റ് വിൽ ഫോം ദ XY കോമ്പിനേഷൻ. അപ്പോൾ XX കോമ്പിനേഷൻ ഉള്ളത് ഫീമെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും, XY കോമ്പിനേഷൻ ഉള്ളത് മെയിൽ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. സോ ഹിയർ 50% ചാൻസ് ഈസ് ദെയർ ഫോർ മെയിൽ ചൈൽഡ് ആൻഡ് 50% ചാൻസ് ഈസ് ദെയർ ഫോർ ഫീമെയിൽ ചൈൽഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പറയുക, മെയിൽ ഈസ് ദിസ് ഈസ് മെയിൽ ഹെറ്ററോഗ്യാമിറ്റി. മെയിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൽ ഓർ ഫീമെയിൽ ബേബി. അത് സാധാരണ സൊസൈറ്റിയിൽ ഫീമെയിലിനെയാണ് അതിനു വേണ്ടി ബ്ലെയിം ചെയ്യാറ്. ഫീമെയിൽ ചിൽഡ്രൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്യുന്ന, അതുപോലെ ഇൽ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഫീമെയിലിനെയാണ്. അത് ശരിക്കും ശരിയല്ല. ദാറ്റ് ഈസ് ബിക്കോസ് 50% sperm it has X chromosome and 50% sperm has Y chromosome. ആ ഹെട്രോഗ്യാമിറ്റിയാണ് സെക്ഷുവാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീസ്. ഹണി ബീസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഹണി ബീസ് ആണുള്ളത്. അതിനകത്ത് ഫീമെയിൽ ഹണി ബീസ് ഡിപ്ലോയിഡ് കണ്ടീഷനും മെയിൽ ഹണി ബീസ് ഹാപ്ലോയിഡ് കണ്ടീഷനുമാണ്. അതുപോലെ ക്വീനും ഉണ്ട്. ഇതിൻ്റെ മൂന്ന് പേരുടെയും ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ക്വീനിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫെർട്ടിലൈസ്ഡ് എഗ്, അതായത് ക്വീൻ റിലീസ് ചെയ്യുന്ന എഗ് ഫെർട്ടിലൈസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വർക്കർ ഹണി ബീസിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്ന വർക്കിംഗ്, അതായത് ആ കൂട്ടത്തിലുള്ള എല്ലാ ഹണി ബീസിനും നറിഷ്മെൻറ്റ് കൊടുക്കുക, ഹണി കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഫീമെയിൽ ഹണി ബീസിൻ്റെ ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഹണി ബീസ് മുട്ടയിടുന്നത് ദാറ്റ് വിൽ നോട്ട് ബി ഫെർട്ടിലൈസ്ഡ്, അത് അൺഫെർട്ടൈൽ എഗ് ആയിരിക്കും. ഇനി മെയിൽ ഹണി ബീസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ജോലിക്കൊന്നും പോകില്ല. ദേ വിൽ ബി ജസ്റ്റ് ഫെർട്ടിലൈസിങ് ദ എഗ് ഓഫ് ക്വീൻ ഹണി ബി. ക്വീൻ ഹണി ബിയുടെ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഫങ്ഷൻ മാത്രമാണ് മെയിൽ ഹണി ബിക്കുള്ളൂ. സോ ദെയർ വി ക്യാൻ സീ during the development of the egg, the female honeybee which is releasing the egg, it will be unfertile, that will develop in the form of male honeybee. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്ലോയിഡ് ആയിരിക്കും, പാർത്തനോജനസിസ് വഴിയാണ് അവർ ഡെവലപ്പ് ചെയ്യുക. പക്ഷേ ഫീമെയിൽ ഹണി ബീസ് ഉണ്ടാകുന്നത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ക്വീനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ മെയിൽ ഹണി ബീസിനെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ബി ഹാവിങ് ഫാദർ ആൻഡ് ദേ വിൽ നോട്ട് ബി ഹാവിങ് സൺസ്. കാരണം എന്താ, അവർക്ക് ഫാദർ ഇല്ലാത്തതിന് കാരണം എന്താണ്, അവർക്ക് ആകെ ഒരു എന്താണ് എഗ്ഗിൽ നിന്ന് പാർത്തനോജനസിസ് വഴി മാത്രം ഡെവലപ്പ് ചെയ്യുന്നവർ. അതേപോലെ തന്നെ അവർക്ക് സൺ ഉണ്ടാവില്ലാത്തതിന് കാരണം എന്താണ്, ആ മെയിൽ ഹണി ബീസ് ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗ് എല്ലാം എന്തായിട്ടാണ് മാറുക, ഫെർട്ടൈൽ എഗ്ഗ് മുഴുവൻ ഫീമെയിലായിട്ടാണ് മാറുക. അപ്പോൾ അവർക്ക് മെയിൽ ഉണ്ടാവില്ല ഫെർട്ടൈൽ എഗ്ഗിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡയറക്റ്റ് സണ്ണും ഉണ്ടാവില്ല. ബട്ട് ദേ വിൽ ബി ഹാവിങ് ഗ്രാൻഡ് ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് സൺസ്. ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ഫീമെയിൽ ഹണി ബീസിൻ്റെ എഗ്ഗിൽ നിന്ന് ഉണ്ടാവുന്ന. ഫീമെയിൽ ഹണി ബീസിന് ഫാദർ ഇല്ലാത്ത ഫീമെയിൽ ഹണി ബീസ് ആവില്ലല്ലോ, കാരണം ഫെർട്ടൈൽ എഗ് അല്ലേ ഫീമെയിൽ ഹണി ബീസ് ആവുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ അവർക്ക് അമ്മയുടെ അച്ഛനുണ്ടാവും. ബട്ട് ആൻഡ് ദേ വിൽ ബി ഹാവിങ് ഗ്രാൻഡ് സൺ ഓൾസോ. ഗ്രാൻഡ് സൺ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരിൽ നിന്ന് ഉണ്ടാകുന്ന ആ എന്താണ് ഈ മെയിൽ ഹണി ബീസ് ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗാണ് ഫീമെയിലായിട്ട് മാറുന്നത്. ആ ഫീമെയിലിൽ നിന്ന് ഉണ്ടാകുന്ന നെക്സ്റ്റ് ജനറേഷൻ സണ്ണ്, അതാണ് അവർക്ക് ഗ്രാൻഡ് സൺ ഉണ്ടാവും എന്ന് പറയുന്നത്. അതായത് അവർക്ക് പെൺകുട്ടികളുടെ മക്കളുണ്ടാവും. ഓക്കെ, സോ ദർ വിൽ നോട്ട് ബി സൺ ആൻഡ് ഫാദർ, ബട്ട് ദേ വിൽ ബി ഹാവിങ് ദ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് ഫാദർ. ഇവർക്ക് ടോട്ടൽ 32 ക്രോമസോംസ് ആണുള്ളത്. 16 ക്രോമസോം മാത്രമേ മെയിലുണ്ടാവുള്ളൂ. ഫീമെയിലിൽ 32 ക്രോമസോംസും ഉണ്ടാവും. ഇനി ക്വീനും ഫീമെയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്വീൻ ഫീമെയിലിനെ അപേക്ഷിച്ച് വളരെ വലുതായിരിക്കും, പക്ഷേ ഫീമെയിൽ ചെറുതായിരിക്കും. അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ നറിഷ്മെൻറ്റ് കൊണ്ടാണ് ഈ പറയുന്ന ക്വീൻ വലുതാകുന്നത്. കാരണം റോയൽ ജെല്ലിയൊക്കെ വെച്ച് ട്രീറ്റ് ചെയ്ത്, അതേപോലെ ഒരുപാട് എന്താണ് പ്രോപ്പർ കെയർ ഒക്കെ കൊടുത്താണ് ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്യിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന വലിയ സൈസൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ഈ സെക്സ് ഡിറ്റർമിനേഷൻ എൻവറോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ വെച്ചിട്ട് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്ന ചില ഓർഗാനിസംസ് ഉണ്ട്. അതേപോലെ തന്നെ വി ക്യാൻ സീ ദ സൈസ് ഓഫ് ദ എഗ് ദാറ്റ് വിൽ ഡിറ്റർമൈൻ ദ സെക്സ്. ഇതൊക്കെ ഈ പറയുന്ന സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ വി ക്യാൻ സീ ദ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്
മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ദ ചേഞ്ചസ് വിച്ച് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ DNA, ദാറ്റ് ഈസ് കോൾഡ് ആസ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറയുന്ന DNA സീക്വൻസിൽ വരുന്ന ഓൾട്ടറേഷൻ, അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ആ മ്യൂട്ടേഷൻ കൊണ്ട് ജീനോടൈപ്പും ഫീനോടൈപ്പും ചേഞ്ച് ആവും. ജീനോടൈപ്പും ഫീനോടൈപ്പും ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീനോടൈപ്പ് ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവും. ഈ റീകോമ്പിനേഷൻ്റെ ഒപ്പം മ്യൂട്ടേഷനും ഈ വേരിയേഷന് കാരണമാകുന്നുണ്ട്. റീകോമ്പിനേഷൻ്റെ ഒപ്പം മ്യൂട്ടേഷനും വേരിയേഷന് കാരണമാകുന്നുണ്ട്. അതേപോലെ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് ഹ്യൂഗോ ഡെവ്രിസ് ആണ് കേട്ടോ. ഹ്യൂഗോ ഡെവ്രിസ് ഇൻട്രൊഡ്യൂസ് ദ ടേം ദിസ് വൺ മ്യൂട്ടേഷൻ. അതേപോലെ മ്യൂട്ടേഷൻ പലതരത്തിലുണ്ട്. മ്യൂട്ടേഷൻ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് വെച്ചാൽ ഹിയർ വി ക്യാൻ സീ പോയിന്റ് മ്യൂട്ടേഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ഉണ്ട്. പോയിന്റ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോടൈഡിനെ വേറൊരു ന്യൂക്ലിയോടൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ മ്യൂട്ടേഷൻ സംഭവിക്കുക. അതിനാണ് പോയിന്റ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ട്രാൻസിഷനും ട്രാൻസ്വേർഷനും ഉണ്ട്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്, ഒരു പ്യൂരിൻ കണ്ടെയ്നിങ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അഡിനൈൻ അല്ലെങ്കിൽ ഗ്വാനൈൻ, അതിനെ ഒരു പ്യൂരിൻ തന്നെ റീപ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ ട്രാൻസിഷനാണ്. അതായത് ഇപ്പോൾ അഡിനൈന് പകരം ഗ്വാനൈൻ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസിഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ്. അതേസമയം അഡിനിനെ തൈമിനോ സൈറ്റോസിനോ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാൻസ്വേർഷൻ എന്നാണ് പറയുക. അതായത് ഒരു പ്യൂരിൻ ഇഫ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് പിരിമിഡിൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ട്രാൻസ്വേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ. അതുപോലെ ട്രാൻസ്വേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ഒക്കെ കേട്ടോ. സിക്കിൾ സെൽ അനീമിയ ഒരു പോയിന്റ് മ്യൂട്ടേഷനാണ്, അതൊരു ട്രാൻസ്വേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോർമൽ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു DNA-ൽ CTC എന്ന് പറയുന്ന 7ാമത്തെ കോഡോൺ ഉണ്ടാകുന്ന, അതായത് ഹീമോഗ്ലോബിൻ ഈ നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന HbA പെപ്റ്റൈഡ് ഉണ്ടാകുന്ന ബീറ്റാ ചെയിനിലാണ് കേട്ടോ ഈ അബ്നോർമാലിറ്റി വരിക. ബീറ്റാ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബീറ്റാ ചെയിനിൽ 6ാമത്തെ അമിനോ ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന DNA-യുടെ പോർഷനിൽ CTC വന്നിട്ട് CAC ആയിട്ട് മാറിയ, അതായത് തൈമിനെ അഡിനൈൻ റീപ്ലേസ് ചെയ്ത അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത, അപ്പോൾ അത് ഏത് തരത്തിലുള്ള മ്യൂട്ടേഷനാണ്? തൈമിൻ ഇറ്റ് ഈസ് പിരിമിഡിൻ ആൻഡ് അഡിനൈൻ ഇറ്റ് ഈസ് പ്യൂരിൻ. അപ്പോൾ തൈമിനെ അഡിനൈൻ വന്നിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ട്രാൻസ്വേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ. mRNA-യിൽ കുറച്ച് ചേഞ്ച് വരും. mRNA ഈ CTC ഉണ്ടാകുന്ന mRNA എന്ന് പറയുന്നത് GAG ആണ്, പക്ഷേ CAC ഉണ്ടാകുന്ന mRNA എന്ന് പറയുന്നത് GUG ആണ്. അപ്പോൾ GAG വന്നിട്ട് GUG ആയി പോകും. GAG എന്ന് പറയുന്ന ഗ്ലൂട്ടാമിക് ആസിഡിനെയും GUG എന്ന് പറയുന്ന വാലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി? ഗ്ലൂട്ടാമിക് ആസിഡ് വാലിന് പകരം ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരും. അപ്പോൾ അതിന് പ്രോപ്പർ ഫോൾഡിങ് നടക്കില്ല. അതാണ് സിക്കിൾ ഷേപ്പ് ഈ പറയുന്ന RBCക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം കേട്ടോ. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ രണ്ട് തരത്തിൽ, ട്രാൻസിഷൻ, ട്രാൻസ്വേർഷൻ. ഇനി ഫ്രെയിംഷിപ്പ് മ്യൂട്ടേഷൻ ഉണ്ട്. ഫ്രെയിംഷിപ്പ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ആണ് ഫ്രെയിംഷിപ്പ് മ്യൂട്ടേഷൻ. എന്താണ് ഇൻസേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ എന്നറിയോ? ഇപ്പം നമ്മളൊരു മ്യൂട്ടേഷൻ നടക്കുമ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് എവിടെയെങ്കിലും ഒരെണ്ണം ആഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫ്രെയിം വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ റൈറ്റ്. ഫ്രെയിം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. 2 ന്യൂക്ലിയോടൈഡ് ആഡായി കഴിഞ്ഞാൽ ഫ്രെയിം വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. 3 ന്യൂക്ലിയോടൈഡ് ആഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമിനോ ആസിഡ് തന്നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ്. സോ ഹിയർ 3 or multiples of 3 if it is undergoing shifting or from one place to another place, 3 or multiples of nucleotide if it is getting inserted, that will shift the frame towards right there. If it is 3 nucleotide or amino acid add ചെയ്യും, 6 ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ 2 അമിനോ ആസിഡ് ആഡ് ചെയ്യും. അങ്ങനെ കുറേ അമിനോ ആസിഡ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെയുള്ള അമിനോ ആസിഡ് മാത്രം മുഴുവൻ എന്താവില്ല, ഒരു മീനിങ്ലെസ് ആയി പോവില്ല. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ റാം ഹാസ് ക്യാപ്പ് അല്ലെങ്കിൽ റാം ഹാസ് പെൻ. റാം ഹാസ് പെൻ എന്നുള്ളതിന് ഒരു മീനിങ് ഉണ്ട്. ഇനി റാം ഹാസ് RPE then N, അങ്ങനെ വന്നു കഴിഞ്ഞാൽ RPE നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റുക? നമുക്ക് വായിക്കാനാവില്ല. ഇനി അന്നേരം എന്തായി? ഈ പെൻ എന്നുള്ളത് നേരെ മുറിഞ്ഞു പോയി അല്ലേ? പിന്നെ ആ അമിനോ ആസിഡ് അല്ല, RPE എന്ന് പറയുന്ന വേറൊരു അമിനോ ആസിഡാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാം ഹാസ് REPEN,
അങ്ങനെ വരും. REP എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് വരും. അപ്പോൾ അന്നേരം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്തു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് മീനിങ്ലെസ് ആയിപ്പോയി. പിന്നെയുള്ള അമിനോ ആസിഡ്, പിന്നെ വരുന്ന എല്ലാ അമിനോ ആസിഡും ചേഞ്ച് ആയിപ്പോവും. അതേപോലെ തന്നെ രാം ഹാസ് റെഡ് പെൻ. ആ റെഡ് എന്ന് പറയുന്ന 3 ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ റെഡ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് എക്സ്ട്രാ ആഡ് ചെയ്തു. 3ാമത്തെ അമിനോ ആസിഡ് 4ാമത്തെ പൊസിഷനിലേക്ക് നീങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, റൈറ്റിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു അമിനോ ആസിഡ് അവിടെ ആഡ് ചെയ്തുകൊണ്ട് അവിടെ വലിയ പിന്നീട് അങ്ങോട്ടുള്ള അമിനോ ആസിഡിൽ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ കോമ്പിനേഷൻ തെറ്റിപ്പോവില്ല, കോമ്പിനേഷൻ ഒരുപാട് തെറ്റിപ്പോവില്ല, ഒരു അമിനോ ആസിഡ് എക്സ്ട്രാ ആയിപ്പോൾ. അത് വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ 3 or multiples of 3 nucleotide if it is getting added or deleted, there will not be much change in the sequence of amino acid until and unless that newly added amino acid is not present in the active site formation. അതായത് ആക്റ്റീവ് സൈറ്റ് ഫോർമേഷനിൽ ആ പുതിയ അമിനോ ആസിഡ് ഉണ്ടായത് ആക്റ്റീവ് സൈറ്റ് ഫോർമേഷനിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും അല്ല ഇരിക്കുന്നതെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആ പ്രോട്ടീൻ ഫങ്ഷൻ ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിലെ ഇൻസേർഷൻ, ഈവൻ ദോ ഇറ്റ് ഈസ് ടേക്കിംഗ് ദ ഫ്രെയിം ടുവേർഡ്സ് ദ റൈറ്റ്, if that frame is getting added with the 3 or multiples of 3 nucleotide, and that addition if it is occurring in a region where there is no active site formation, there will not be change in the protein function. Okay, അതേപോലെ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ആഡ് ചെയ്യുന്നെങ്കിൽ ഫ്രെയിം വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്, സോറി ഡിലീറ്റ് ചെയ്യുന്നെങ്കിൽ ഫ്രെയിം വിൽ ബി ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. എക്സാമ്പിൾ ഇഫ് ഈ സി റാം ഹാസ് റെഡ് പെൻ, അതിനകത്ത് 6 റിമൂവ് ആയിപ്പോയി. സോ ഇറ്റ് വിൽ ബിക്കം ആസ് റാം ഹാസ് EDPEN അങ്ങനെ വരും. അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടെ റിമൂവ് ആയിപ്പോയി, RE പോയി എന്നിരിക്കട്ടെ, റാം ഹാസ് DPEN. ഇനി റെഡ് ഫുള്ള് പോയി എന്നിരിക്കട്ടെ, ദെൻ റാം ഹാസ് പെൻ ഇറ്റ് വിൽ ബിക്കം എന്ന് പറഞ്ഞാൽ 4ാമതിരിക്കുന്ന അമിനോ ആസിഡ് 3ാമത്തെ പൊസിഷനിലേക്ക് വന്നു. ഫ്രെയിം ഹാസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. അവിടെ 3 ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ് ആണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചില അമിനോ ആസിഡ് നഷ്ടമാവുമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള അമിനോ ആസിഡൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ആ അമിനോ ആസിഡ് ആക്റ്റീവ് സൈറ്റ് ഫോർമേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വലിയ എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇനി ചില മ്യൂട്ടേഷൻ കൊണ്ട് ഈ കോഡോൺസ്, അതായത് mRNAയിലെ കോഡോൺസ് വന്നിട്ട് UAA, UAG, UGA എന്ന സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് മാറാറുണ്ട്. അങ്ങനത്തെ തരത്തിലുള്ള മ്യൂട്ടേഷൻ നമ്മൾ നോൺസെൻസ് മ്യൂട്ടേഷൻ എന്നാണ് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആ പ്രോട്ടീൻ്റെ ഫോർമേഷൻ തന്നെ സ്റ്റോപ്പായി പോകും. അതിന് നമ്മൾ സ്റ്റോപ്പ് കോഡോൺ എന്നാണ് പറയാം. ഇനി മിസ്സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയും. അതായത് ഡിഫറെൻറ്റ് അമിനോ ആസിഡ് ഫോം ചെയ്യുന്നതിനാണ് മിസ്സെൻസ് മിസ്സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നോൺസെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് കോഡോൺ ഫോം ചെയ്യുന്ന. മിസ്സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു അമിനോ ആസിഡ് ചേഞ്ച് ആയി പോയ, അതായത് ഒരു അമിനോ ആസിഡിന് പകരം വേറൊരു അമിനോ ആസിഡ് ആയി പോകുന്നത്, അതിനെയാണ് മിസ്സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സെയിം സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മിസ്സെൻസ് മ്യൂട്ടേഷൻ ഒരു എക്സാമ്പിളാണ് കേട്ടോ. പോയിന്റ് മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയയിൽ GAG, GUG ആയിട്ട് മാറുന്നത്, അതായത് ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനായിട്ട് മാറുന്ന ഒരു മിസ്സെൻസ് മ്യൂട്ടേഷനാണ്. സെയിം സെൻസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പല അമിനോ ആസിഡിനെ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന പല കോഡോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോഡോൺ, ഇപ്പോൾ ഫിനൈൽ അലിനിനെ കോഡ് ചെയ്യുന്ന ഒരു കോഡോൺ, അത് UUCയും ഫിനൈൽ അലിനിനെ കോഡ് ചെയ്യുന്ന കോഡോണാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കട്ടെ കേട്ടോ. ഫിനൈൽ അലിനിനെ കോഡ് ചെയ്യുന്നതാണ് UUU ആൻഡ് UUC. അപ്പോൾ UUUവിന് പകരം UUC വന്നു കഴിഞ്ഞാലും എന്താവും, സെയിം അമിനോ ആസിഡ് ആയിരിക്കും വരുന്നത്. അതിന് നമ്മൾ സെയിം സെൻസ് കോഡോൺ, സെൻസ് മ്യൂട്ടേഷൻ എന്നാ പറയുക, സെൻസ് മ്യൂട്ടേഷൻ എന്നാ പറയുക. അപ്പോൾ നോൺ സെൻസ് മ്യൂട്ടേഷൻ എന്താണെന്ന് ഓർത്തിരിക്കണം, മിസ് സെൻസ് മ്യൂട്ടേഷൻ എന്താണെന്ന് ഓർത്തിരിക്കണം, അതുപോലെ തന്നെ സെയിം സെൻസ് മ്യൂട്ടേഷൻ എന്താണെന്ന് ഓർത്തിരിക്കണം. ഇനി ഈ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ചില മ്യൂട്ടാജൻസ് ആണ്, മ്യൂട്ടേറ്റിംഗ് ഏജൻസിനെ നമ്മൾ മ്യൂട്ടാജൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മ്യൂട്ടാജൻസിന് ഫിസിക്കൽ മ്യൂട്ടാജൻസ് ടെമ്പറേച്ചറും റേഡിയേഷനും ഒക്കെ ഫിസിക്കൽ മ്യൂട്ടാജൻസ് ആണ്. കെമിക്കൽ മ്യൂട്ടാജൻസ് നൈട്രസ് ഓക്സൈഡ്, ആൽക്കൈലേറ്റിംഗ് ഏജന്റ്, അക്രിഡിൻ, ഇതൊക്കെ കെമിക്കൽ മ്യൂട്ടാജൻസിന് എക്സാമ്പിളാണ് കേട്ടോ. ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൻ ബീങ്സിലെ ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെറിഡിറ്റി ഹ്യൂമൻ ബീങ്സിൽ ഒക്കർ ചെയ്യുന്നതെന്ന് നമുക്കൊരു കൺട്രോൾഡ് ക്രോസ് വഴിയൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ പ്ലാന്റിൽ മെൻ്റൽ ചെയ്ത എക്സ്പെരിമെൻറ്റ് നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ ചെയ്യാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആൻസെസ്ട്രൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ആൻസെസ്ട്രൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതിനാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് ട്രെയ്റ്റ് ഇൻ എ സെവറൽ ഓഫ് ജനറേഷൻസ് ഓഫ് എ
family is called as pedigree analysis. Pedigree analysis എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹ്യൂമൻ ജെനറ്റിക്സിൽ പെഡിഗ്രി അനാലിസിസ് പെഡിഗ്രി സ്റ്റഡി ഇറ്റ് പ്രൊവൈഡ് എ സ്ട്രോങ് റൂൾ വിച്ച് യൂട്ടിലൈസ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സ്പെസിഫിക് ട്രേറ്റ് ആസ് വെൽ ആസ് അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെഡിഗ്രി ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി ഈ പെഡിഗ്രി എങ്ങനെയാണെന്ന് വെച്ചാൽ there are some codes for this pedigree or symbols for this pedigree. See here, this is representing male, this one is female, and sex unspecified is this one. അതേപോലെ തന്നെ ഈ പറയുന്ന മെയിലിനെ ഫീമെയിലിനൊക്കെ ഷെയ്ഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്നാണ്. അതേപോലെ ഈ മെയിലിൻ്റെ ഫീമെയിലിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ ലൈൻ ആണെങ്കിൽ ദറ്റ് ഈസ് ഷോയിങ് മെയ്റ്റിംഗ്. അതേപോലെ 2 ലൈൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ മെയ്റ്റിംഗ് ബിറ്റ്വീൻ ദ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കോൺസാൻജീനിയസ് മെയ്റ്റിംഗ് എന്നാണ്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും അവർക്കുണ്ടായ 2 കുട്ടികൾ, അതായത് മെയിൽ പ്രോജനിയും ഫീമെയിൽ പ്രോജനിയും മെയിൽ പ്രോജനിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പേരൻസ് മുകളിൽ കാണിക്കുന്ന കുട്ടികൾ താഴെ കാണിക്കുന്ന. പിന്നെ ഹിയർ വി ക്യാൻ സി ദ പേരൻ്റൽ കോമ്പിനേഷൻ ആൻഡ് ഹിയർ വി ക്യാൻ സി വൺ സൺ വിച്ച് ഈസ് അഫക്റ്റഡ്. ആൻഡ് ഇവിടെ നമ്മളൊരു ഡയമണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതുപോലെ അതിൻ്റെ ഉള്ളിലൊരു നമ്പറും കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ സണ്ണാണ് അല്ലെങ്കിൽ എത്രാമത്തെ പ്രോജനിയാണ് എന്നൊക്കെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ റെക്ടാങ്കുലർ ഇത് കൊടുത്തേക്കണോണ്ട് ഒരു ചതുരത്തിൽ കൊടുത്തേക്കണോണ്ട് അത് സണ്ണുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അത് 5ാമത്തെ സണ്ണാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അത് സർക്കിളാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് 5ാമത്തെ ഡോട്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ആ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന എത്രാമത്തെ കുട്ടിയാണ് എന്നുള്ളതാണ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സി ഹിയർ ദ 5 numbers ഓഫ് ദ മെയിൽ അങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യുക. അത് ആ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. സോ ഹിയർ when we study this chapter നമുക്കറിയാം the DNA it will be transferred from the parents to offspring for passing the characters. അതായത് ഇൻഹെറിറ്റൻസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ജീൻ എന്തിലായിരിക്കുന്ന DNA-ലാണ് ഇരിക്കുന്നത്. DNA ക്രോമസോം വഴിയാണ് ഒരു പാരൻറ്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ജീനിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻസ് വന്നാലാണ് അവിടെ ക്യാരക്ടറിൽ ചേഞ്ച് വരിക. അപ്പോൾ സാധാരണ മ്യൂട്ടേഷൻ വഴിയാണ് ക്യാരക്ടറിൽ ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകുന്നതൊക്കെ. ഇനി ഈ ജീനിൽ അല്ലെങ്കിൽ DNA-ൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി ദാറ്റ് കോസ് സെവറൽ ഡിസോർഡേഴ്സ്, അതിന് നമ്മൾ മെൻഡേലിയൻ ഡിസോർഡർ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറിൽ അല്ലെങ്കിൽ ജീനിൽ മാത്രം ഉണ്ടാകുന്ന ഡിസോർഡറാണ് അത്. മെൻഡേലിയൻ ഡിസോർഡർ, ജനറ്റിക് ഡിസോർഡർ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മെൻഡേലിയൻ ഡിസോർഡർ, അതായത് ജീനിൽ ഉണ്ടാകുന്ന ഡിസോർഡർ, അല്ലെങ്കിൽ ക്രോമസോമൽ ഡിസോർഡർ, അതായത് എൻറ്റയർ ക്രോമസോമിൽ ഉണ്ടാകുന്ന ഡിസോർഡറിനെയാണ് നമ്മൾ ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറയുന്നത്. മെൻഡേലിയൻ ഡിസോർഡർ മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു സിംഗിൾ ജീനിൻ്റെ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്ന മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. അത് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വെച്ച് മ്യൂട്ടേറ്റഡ് ജീന് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് കാണാം. ആ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ലൈക്ക് ഹീമോഫീലിയ, സിസ്റ്റിക് ഫിബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫീനൽ കിറ്റോനൂറിയ, തലാസീമിയ, ഇതൊക്കെയാണ് നമ്മൾ മേജറായിട്ട് പഠിക്കുന്ന മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ചിലപ്പോൾ ഡോമിനൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ റിസസീവ് ഡിസോർഡർ ആയിരിക്കാം കേട്ടോ. ഡോമിനൻ്റ് ഡിസോർഡർ ആണോ റിസസീവ് ഡിസോർഡർ ആണോ എന്നൊക്കെ നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലാവുമെന്ന് അറിയാം. പെഡിഗ്രി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പെഡിഗ്രീനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ബിലോ പെഡിഗ്രി ഷോ വിച്ച് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, അത് ഓട്ടോസോമൽ റിസസീവ് ക്യാരക്ടർ ആണോ കാണിക്കുന്നത്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ക്യാരക്ടർ ആണോ കാണിക്കുന്നത്, വൈലിങ്ഡ് ഇൻഹെറിറ്റൻസ് ആണോ കാണിക്കുന്നത്, എക്സ് ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ആണോ കാണിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പെഡിഗ്രീന്ന് ചോദിക്കാറില്ല. ഇപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പെഡിഗ്രീനെ റെപ്രസെൻ്റ് ചെയ്ത 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓട്ടോസോമൽ ഡോമിനൻ്റ് ട്രേറ്റ് മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഡിസീസിൻ്റെ പെഡിഗ്രിയാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് എൻ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. ഇനി നമുക്കിത് രണ്ടും നോക്കാം. എങ്ങനെ നമുക്കൊരു പെഡിഗ്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പെഡിഗ്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെഡിഗ്രി ഒന്നുപോലെ അത് ഡോമിനൻ്റ് ആണോ അല്ലെങ്കിൽ അത് റിസസീവ് ആണോ എന്ന് നോക്കണം. ഡോമിനൻ്റ് ആണോ റിസസീവ് ആണോ എന്നുള്ള കണ്ടീഷനും വൈലിങ്ഡ് ഇൻഹെറിറ്റൻസ് ആണോ, ഈ 3 ചാൻസസ് ആണുള്ളത്. ഇനി ഡോമിനൻ്റിൽ തന്നെ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആവാം, എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആവാം. റിസസീവിൽ ഓട്ടോസോമൽ റിസസീവ് ആവാം, എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആവാം.
അപ്പോൾ നമുക്ക് മൊത്തം 5 ചാൻസ് ആണുള്ളത്. ഈ 5 ചാൻസിൽ ഏതായിരിക്കും പർട്ടിക്കുലർ പെഡിഗ്രി കാണിക്കുന്നതെന്ന് ആണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ ആണ്. ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നോക്കിയാൽ മതി. കണ്ടോ, ഫസ്റ്റ് ജനറേഷനിൽ ഒരു പേരൻ്റ് അഫക്റ്റഡാണ്, സെക്കൻഡ് ജനറേഷനിൽ 2 കുട്ടികൾക്കും വന്നിട്ടുണ്ട്. ഇവിടെ ഒരൊറ്റ പേരൻറ്റും അഫക്റ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്കൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു പേരൻ്റ് അഫക്റ്റഡാണ്, അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളിൽ ഒരാൾക്കും വന്നിട്ടുണ്ട്. ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ ഡോമിനൻറ്റ് ഡിസോർഡർ. ഡോമിനൻറ്റ് ഡിസോർഡർ ഫാദറിനോ മദറിനോ അസുഖം ഇല്ലാതെ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാവില്ല ഡോമിനൻറ്റ് ഡിസോർഡറിൽ. അപ്പോൾ ഇവിടെ ഡോമിനൻറ്റ് ഡിസോർഡർ ആണ് ഇവിടെ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ ആണോ എന്നറിയാൻ നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലെവലിലുള്ള സ്റ്റഡിയിൽ ഒന്നുപോലെ അത് എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ, ഈ 2 ഓപ്ഷനേ കൊടുക്കുള്ളൂ, രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കില്ല. അല്ലെങ്കിൽ അവർ ഏത് ഡിസീസ് ഒന്നുപോലെ ഹീമോഫീലിയ ആണോ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണോ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ആണോ അങ്ങനത്തെ കണ്ടീഷനൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും ഈ പറയുന്ന ഇത് പെഡിഗ്രി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ മയോട്ടോണിക് ഡിസ്ട്രോഫിയ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് തന്നെ അറിയാതെ എന്താണ് അല്ലേ. അപ്പോൾ പെഡിഗ്രി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ഡോമിനൻറ്റ് ഡിസോർഡർ എപ്പോഴും പേരൻറ്റിൽ കാണിക്കുകയും അതുപോലെ തന്നെ പേരൻറ്റിൽ നിന്നാണ് ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ഓസ്പ്രിങ്ങിലും ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വരാം. എല്ലാ ഓസ്പ്രിങ്ങിലും അവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഒരു കേസിൽ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ദിസ് മദർ ഇറ്റ് ഈസ് അഫക്റ്റഡ്. സോ ഹിയർ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ. ഹിയർ ഹി ഈസ് നോട്ട് അഫക്റ്റഡ്, ദാറ്റ് മീൻസ് സ്മോൾ എ കണ്ടീഷൻ. ഇവിടെ ഒരു ഡോമിനൻറ്റ് ജീൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് അഫക്റ്റഡ് ആണ്. ഇന്ന് ഞാൻ കറക്റ്റായിട്ട് ക്യാപിറ്റൽ എ സ്മോൾ എന്ന് എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ, ഇയാൾക്ക് സ്മോൾ എ കോമ്പിനേഷനാണ്, ഇയാൾക്കും സ്മോൾ എ കോമ്പിനേഷനാണ്. ഇവിടെയും സ്മോൾ എ അവിടെ നോക്കേണ്ട ആവശ്യമില്ല, അവരെ മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതുപോലെ ഇവിടെ വന്നിട്ട് ഒരു ക്യാപിറ്റൽ എ ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ എ ഉണ്ട്, ഇവിടെ ഒരു സ്മോൾ എ വരും, ഇവിടെ ഒരു സ്മോൾ എ വരും. ഇവിടെ ഈ 2 സ്മോൾ എ കണ്ടീഷൻ വന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരു എ വന്നാലല്ലേ ഇവിടെ 2 സ്മോൾ എ കണ്ടീഷൻ വരുള്ളൂ. സോ ഫ്രം ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് ഈസ് എ ഹെട്രോസൈഗസ് ഫീമെയിൽ പേരൻറ്റ് ആൻഡ് ദിസ് ഈസ് എ ഹോമോസൈഗസ് റിസസീവ് പേരൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാലാണ് നമുക്ക് അതേപോലത്തെ പ്രോജന് കിട്ടുള്ളൂ. നൗ യു സീ ദിസ് ഈസ് നോട്ട് affected and this is also not affected, so here it is small a condition. So when it is producing the offspring, it will be all showing the autosomal recessive condition. And here we can see capital A small a condition, and here this next generation we can say this will be showing small a and this will be showing capital A small a, this will be showing again small a condition. Okay, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഇനി എക്സ് ക്രോമസോമൽ ആയിരിക്കട്ടെ, ഇത് എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ ആയിരിക്കട്ടെ. ഇവിടെ ഞാൻ അതിന് എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റ് ഡിസോർഡറിന് സ്മോൾ എക്സ് ആണ് എഴുതുന്നത്. കാരണം എന്താണെന്നറിയോ, ഇയാൾ എങ്ങനെ പോയാലും ഒരു എക്സ് റിസീവ് ചെയ്യുന്ന മദറിൽ നിന്നാണ് അല്ലേ. ഇയാൾ ഒരു എക്സ് റിസീവ് ചെയ്യുന്ന എവിടെ നിന്നാണ്, മദറിൽ നിന്നാണ്. അപ്പോൾ ഇയാൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു സ്മോൾ എക്സ് മദറിൽ നിന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈ ഫാദറിന് എങ്ങനെയാണെങ്കിലും സ്മോൾ എക്സ് വൈ കോമ്പിനേഷനാണ്. അപ്പോൾ എക്സ് വൈ കണ്ടീഷൻ ഇവിടെ വരണമെങ്കിൽ ഇവിടെ ഹെട്രോസൈഗസ് മദറാണുള്ളത്. So here we can see the capital X he received and capital Y here, and capital Y or Y chromosome അവിടെ Y നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. So here we can see this will be having small x combination. Here he will be having a capital X Y condition അല്ലേ. ഇവിടെ സ്മോൾ എക്സ് കണ്ടീഷൻ ആയിരിക്കും അല്ലേ. അതേപോലെ ഇവിടെ എങ്ങനെയായിരിക്കും, സ്മോൾ എക്സ് ക്യാപിറ്റൽ വൈ കണ്ടീഷൻ ആയിരിക്കും. സോ ഇൻ ദിസ് കേസ് ഓൾസോ ഈസ് പോസിബിൾ. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് തെറ്റാന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇത് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ദർ ഈസ് നോ നീഡ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓട്ടോസോമൽ ഡോമിനൻറ്റും എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് നോക്കാം ദ ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ്. ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റിന് എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ഒരു റിസസീവ് ട്രേറ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ പേരൻസിന് ഇല്ലാത്ത ഒരു ഡിസീസ് അത് ഓസ്പ്രിങ്ങിൽ കണ്ടു എന്ന് പറഞ്ഞ ദാറ്റ് വിൽ ബി ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ്. പേരൻസിന് ഇല്ലാത്ത ഒരു ട്രേറ്റ് അത് ഇതിൽ ഓസ്പ്രിങ്ങിൽ കണ്ടു എന്ന് വെച്ചാൽ അതൊരു റിസസീവ് ട്രേറ്റ് ആയിരിക്കും. ഇനി അത് ഓട്ടോസോമൽ ആണോ എക്സ് ലിങ്ക്ഡ് ആണോ എന്നാണ് അറിയേണ്ടത്. ഇവിടെ നോക്കിക്കേ, ദിസ്
ദിസ് ഈസ് ഷോയിങ് എ ഡിസീസ് ഇൻ ദിസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു റിസസീവ് ക്യാരക്ടറാണ്. ഈ മ്യൂട്ടേഷൻ ഒരു റിസസീവ് ക്യാരക്ടറാണ്. ഇത് ഇവർക്ക് രണ്ടുപേർക്കുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ക്യാപിറ്റൽ എ സ്മോൾ എ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ ജീൻ ഉണ്ട്, പക്ഷേ ഇവർ രണ്ടുപേരും ജസ്റ്റ് കാരിയറാണ്. അവർക്ക് ആ ഡിസീസ് കാണിക്കുന്നില്ല. സോ ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ ഇറ്റ് ക്യാൻ കം ഹിയർ ഓൾസോ. ദിസ് പേഴ്സൺ വിൽ ബി ഹാവിങ് either ക്യാപിറ്റൽ എ ഓർ ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ ക്യാൻ കം അല്ലേ? ഈ ക്യാപിറ്റൽ എയും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ വരും. ഇതും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ വരും, അല്ലെങ്കിൽ ഇതും കൂടെ ജോയിൻ ചെയ്താൽ ഈ കോമ്പിനേഷൻ വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ സ്മോൾ എ കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് അത് അവിടെ ഒരു ഡിസീസ്ഡ് പേഴ്സൺ വരുന്നത്. അതേപോലെ തന്നെ ഹിയർ ഷീ ഈസ് നോർമൽ. അപ്പോൾ ക്യാപിറ്റൽ എ സ്മോൾ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ കണ്ടീഷൻ ആയിരിക്കും. ഇവിടെ എങ്ങനെയാ? സ്മോൾ എ കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? ഇത് ക്യാപിറ്റൽ എ സ്മോൾ എ അല്ലെങ്കിൽ ക്യാപിറ്റൽ എ കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ഇത് കുറച്ചും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നോർമൽ ആയിട്ടുള്ള ഈ പറയുന്ന രണ്ട് പേരൻസിന് ഡിസീസ് ഇല്ല, പക്ഷെ അവരുടെ ഒരു കുഞ്ഞിന് ഡിസീസ് വന്നിട്ടുണ്ട്. സോ ഹിയർ വി ക്യാൻ സി ദിസ് ഈസ് എ ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ ആൻഡ് ദിസ് ഓൾസോ വിൽ ബി ക്യാപിറ്റൽ എ സ്മോൾ എ കണ്ടീഷൻ. സോ ഹിയർ ദിസ് പേഴ്സൺ വിൽ റിസീവ് സ്മോൾ എ ഫ്രം ദീസ് ടു. അതേപോലെ തന്നെ ദിസ് മേ ബി ക്യാപിറ്റൽ എ സ്മോൾ എ ഓർ ക്യാപിറ്റൽ എ. അതുപോലെ ദിസ് വിൽ ബി ക്യാപിറ്റൽ എ സ്മോൾ എ ഓർ ക്യാപിറ്റൽ എ. ഇനി ഈ നമുക്കിത് ഹോമോസൈഗസ് കണ്ടീഷനാണോ ഹെട്രോസൈഗസ് കണ്ടീഷനാണോ എന്ന് തെളിച്ച് പറയാൻ വേണ്ടിയിട്ട് റിസസീവ് ഇൻഹെറിറ്റൻസിൽ നമുക്ക് ഒരു ജനറേഷൻ കൂടി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. കണ്ടത് ഇവരെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ജീനോടൈപ്പ് പറഞ്ഞു. കാരണം എന്താ? അവരുടെ നെക്സ്റ്റ് ജനറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരുടെയും ജീനോടൈപ്പ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റി, പക്ഷേ ഇയാളുടെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ? അവർ നെക്സ്റ്റ് ജനറേഷൻ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ കൊടുക്കാത്തതുകൊണ്ട് നമുക്കിതും കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. സോ ഹിയർ അക്കോർഡിംഗ് ടു ദാറ്റ് പെഡിഗ്രി, if we see this is an autosomal recessive disorder. ഇനി if it is an X-linked recessive disorder, ഇത് X-linked recessive disorder ആവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. X-linked recessive disorder എന്ന് പറഞ്ഞാൽ ഈ മെയിൽ എങ്ങനെയായി? സ്മോൾ എക്സ് ക്യാപിറ്റൽ വൈ കണ്ടീഷൻ ആയിരിക്കും മെയിൽ അല്ലേ? നമ്മൾ അന്നേരം ഇവിടെ നോക്കുന്നില്ല കേട്ടോ. ഇവിടെ ഇതിങ്ങനെ കിടക്കട്ടെ, നമുക്കറിയില്ല അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്. പക്ഷെ നമുക്കറിയാം ഓട്ടോസോമൽ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എക്സ് കണ്ടീഷൻ ആയിരിക്കും ഇത്. ഫീമെയിൽ എക്സ് കണ്ടീഷൻ ആയിരിക്കും. മെയിലും എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ കണ്ടീഷൻ ആയിരിക്കും. ഇവിടെ ഹെട്രോസൈഗോസിറ്റി, ഇത് ഡോമിനൻ്റ് എക്സ് ക്രോമസോം വർക്ക് ചെയ്യും, മറ്റത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു കാരിയർ മാത്രമാണ്, ഡിസീസ് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഒരു എക്സ് ക്രോമസോം അമ്മയുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യും, അതേപോലെ തന്നെ വൈ ക്രോമസോം ഫാദറിൻ്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്ത് ഒരു മെയിൽ ഉണ്ടാവാം അല്ലേ? ഒരു മെയിൽ എങ്ങനെയാവാം? ഡിസീസ്ഡ് ആവാം. ഫീമെയിൽ എപ്പോഴെങ്കിലും ഡിസീസ്ഡ് ആവും എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഫീമെയിലിന് എങ്ങനെ പോയാലും ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് കോമ്പിനേഷനേ വരുള്ളൂ. കാരണം എന്താ? ഇവർക്ക് ഫാദറിൻ്റെ എക്സ് ക്രോമസോം അല്ലേ കിട്ടുന്നത്, മദറിൻ്റെ എക്സ് ക്രോമസോമും ഫാദറിൻ്റെ എക്സ് ക്രോമസോമും കിട്ടുന്നത്. അപ്പോൾ മദറിൽ നിന്ന് നല്ലതോ ചീത്തയോ എന്ത് വന്നാലും ഫാദറിൻ്റെ എക്സ് ക്രോമസോം നല്ലതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. എക്സ് ക്രോമസോമൽ റിസസീവ് ഡിസോർഡർ ഫാദർ ഡിസീസ്ഡും മദർ കാരിയറും ആണെങ്കിൽ മാത്രമാണ് ഫീമെയിലിന് വരുള്ളൂ. അല്ലെങ്കിൽ എക്സ് ക്രോമസോമൽ റിസസീവ് ഡിസോർഡർ ഇറ്റ് വിൽ ബി അപ്പിയർഡ് ഓൺലി ഇൻ ദ കേസ് ഓഫ് മെയിൽ. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് കേട്ടോ ഡോമിനൻ്റ് ഡിസോർഡറും റിസസീവ് ഡിസോർഡറും പറയുന്നത്. വൈലിങ്ഡ് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ ജനറേഷൻസ് വിടാതെ എല്ലാ മെയിലിലും എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് വൈലിങ്ഡ് ഇൻഹെറിറ്റൻസ്. സാധാരണ ചോദിക്കാറില്ല. അത് എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റും ഓട്ടോസോമൽ ഡോമിനൻറ്റും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവാറുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നമുക്ക് ഒരു പെഡിഗ്രി കൊടുത്തേക്കുന്നതിൻ്റെ ഓപ്ഷൻ എക്സ് ക്രോമസോമൽ ഡോമിനൻറ്റും ഓട്ടോസോമൽ ഡോമിനൻറ്റും രണ്ട് ഓപ്ഷനും കൊടുക്കില്ല. കൊടുത്താൽ തന്നെ അത് ഏത് ഡിസീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പെഡിഗ്രിയാന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറും എക്സ് ക്രോമസോമൽ റിസസീവ് ഡിസോർഡറും തമ്മിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഒരു പോംവഴി എന്ന് വെച്ചാൽ, സാധാരണ റിസസീവ് ഡിസോർഡേഴ്സ് എപ്പോഴും പേരൻസിൽ ക്യാരക്ടർ കാണിക്കാതെ ഓസ്പ്രിങ്ങിൽ ക്യാരക്ടർ കാണിക്കുകയും, അതുപോലെ തന്നെ എക്സ് ക്രോമസോമൽ റിസസീവ് ആണെങ്കിൽ മെയിലിനകത്ത് ക്യാരക്ടർ കാണിക്കുകയും പേരൻസിൽ ഇല്ലെങ്കിൽ മെയിലിൽ മാത്രം ഡിസോർഡർ കാണിക്കുകയും ഫീമെയിലിനകത്ത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് എക്സ് ക്രോമസോമൽ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ എക്സ് ക്രോമസോമൽ റിസസീവ് ഡിസോർഡർ ആണെങ്കിൽ ഫാദർ ഡിസീസ്ഡ് ആവുകയും മദർ കാരിയർ ആവുകയും ചെയ്താലും എക്സ് ക്രോമസോമൽ റിസസീവ് ഡിസോർഡർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനത് ഹൗ ടു സോൾവ് എ പെഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 എക്സാമ്പിൾസ് എൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് വെച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് വീഡിയോസ്. ഞാനിവിടെ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കേട്ടോ. നെക്സ്റ്റ് വൺ, വി ആർ സീയിങ് സം മെൻ്റലി ഡിസോർഡേഴ്സ് ആസ് കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ്
ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അത് എക്സ് ക്രോമസോമിൽ ഉള്ള അബ്നോർമാലിറ്റി കൊണ്ടാണ്. കളർ ബ്ലൈൻഡ്നെസ് എക്സ് ക്രോമസോമിലെ അബ്നോർമാലിറ്റി കൊണ്ടാണ്. റെഡ് ഗ്രീൻ പിഗ്മെന്റ്, റെഡ് ഗ്രീൻ കളറിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനത്തെ ഡിഫക്റ്റിനെയാണ് നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അത് സാധാരണ മെയിലിലാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. 8% മെയിലും 0.4% മാത്രമാണ് ഫീമെയിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീൻസ് എക്സ് ക്രോമസോം 1 മാത്രമേ ഉള്ളൂ മെയിലിൽ, അതായത് ഹെമിസൈഗസ് ആണ് മെയിലിൽ, പക്ഷേ എക്സ് ക്രോമസോം 2 ഉണ്ട് ഫീമെയിലിൽ. അതുകൊണ്ട് തന്നെ ഒരു ക്യാരിയർ ആയിട്ടുള്ള ഒരു വുമന് പോലും ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു മെയിൽ പ്രോജനി ഉണ്ടാവാം. പക്ഷേ ദർ ഇസ് നോ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ദ ഫീമെയിൽ പ്രോജനി ഇഫ് ഹെർ ഫാദർ ഈസ് നോർമൽ ഫോർ എക്സ് ക്രോമസോം. കളർ ബ്ലൈൻഡ് ഇല്ലാത്ത ഫാദർ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും ഡിസീസ് ഉണ്ടാവില്ല. ഇനി ഫീമെയിലിന് ഡിസീസ് ഉണ്ടാവണമെങ്കിൽ ദ മദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്യാരിയർ ആൻഡ് ഫാദർ ഷുഡ് ബി ഹീമോഫിലിക്, കളർ ബ്ലൈൻഡ്. ഫാദർ കളർ ബ്ലൈൻഡും മദർ ക്യാരിയറും രണ്ടും കൂടി ആയാൽ മാത്രമാണ് ഒരു ഫീമെയിലിൽ നെക്സ്റ്റ് ജനറേഷനിൽ ഈ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കളർ ബ്ലൈൻഡ്നെസ്. നെക്സ്റ്റ് വൺ ഈസ് ഹീമോഫീലിയ. ഹീമോഫീലിയ ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്, അതായത് എക്സ് ക്രോമസോമൽ ഡിസോർഡർ ആണ്. അത് ഹീമോഫീലിയ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ബ്ലീഡിങ് ഡിസീസാണ് കേട്ടോ. അതായത് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ടേക്ക് പാർട്ട് ചെയ്യുന്ന കാസ്കേഡ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, കുറേ പ്രോട്ടീൻസ് ഉണ്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ്റെ സിന്തസിസ് നേരെ ചുവ നടന്നില്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണ പടരുന്നത് ഹെട്രോസൈഗസ് ഫീമെയിൽ ഫോർ ഹീമോഫീലിയ. ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് ദിസ് ഡിസീസ് ടു സൺ. ഒരിക്കലും അച്ഛനിൽ നിന്ന് ഹീമോഫീലിയ വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഹി വിൽ ബി അൺവയബിൾ ഇൻ ദ ലേറ്റർ സ്റ്റേജ് ഓഫ് ലൈഫ്. അതായത് അവർ ഒരു എന്താ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നവരൊന്നും ജീവിച്ചിരിക്കാൻ ചാൻസ് കുറവായതുകൊണ്ടാണ്. അതേപോലെ ദ ഫാമിലി പെഡിഗ്രി ഓഫ് ക്വീൻ വിക്ടോറിയ ഷോസ് എ നമ്പർ ഓഫ് ഹീമോഫിലിക് ഡിസെൻഡന്റ് ബിക്കോസ് വിക്ടോറിയയ്ക്ക് ഈ ഒരു ക്യാരിയർ ആയിരുന്നു, ഈ ഹീമോഫീലിയയുടെ ഒരു ക്യാരിയർ ആയിരുന്നു വിക്ടോറിയ. ഓക്കെ, ദ നെക്സ്റ്റ് മെൻഡലിയൻ ഡിസോർഡർ എന്ന് പറയുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. അതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ക്രോമസോം നമ്പർ 11 ഇരിക്കുന്ന അബ്നോർമാലിറ്റി കൊണ്ട് ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൽ സിന്തസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫോൾട്ട് കൊണ്ടാണ് ഈ പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. സാധാരണ ഹീമോഗ്ലോബിനെ നമ്മൾ HbA എന്നും ഡിസീസ്ഡ് സിക്കിൾ ഷേപ്പ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനെ നമ്മൾ HbS എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഹിയർ ദ സിക്കിൾ സെൽ അനീമിയ ആസ് ഇറ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. 2 പേരൻസും ക്യാരിയർ ആണെങ്കിൽ ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സിക്കിൾ സെൽ അനീമിയ ഉള്ളതാണെങ്കിൽ അവിടുന്ന് അങ്ങനെയൊക്കെ പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് HbS കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് HbS കണ്ടീഷൻ വരാൻ 25% ചാൻസ് ഉണ്ട്. അപ്പോൾ HbS കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്താണ് ഈ പറയുന്ന സിക്കിൾ ഷേപ്പുള്ള RBCs കൂടുതലുണ്ടാവുക, അതായത് സിക്കിൾ സെൽ അനീമിയയുടെ ലക്ഷണങ്ങൾ കാണിക്കുക. ഇനി ഈ ബീറ്റ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോമസോം നമ്പർ 11 ബീറ്റ ചെയിൻ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോമസോം നമ്പർ 11 6ാമത്തെ അമിനോ ആസിഡിനെ ബീറ്റ ചെയിനിലെ 6ാമത്തെ അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യുന്ന CTC എന്ന് പറയുന്ന DNA ആ സീക്വൻസ്, അതിൻ്റെ അകത്ത് T വന്നിട്ട് അഡിനോസിൻ റീപ്ലേസ് ചെയ്യുന്ന ഒരു പോയിന്റ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ നടക്കുമ്പോൾ ടീനെ വന്നിട്ട് A ആയിട്ട് കൺവേർട്ട് ചെയ്ത്, അതായത് ട്രാൻസ്വേർഷൻ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷനാണ്. CT വന്നിട്ട് A വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ CTC CAC ആയിട്ട് മാറും. അപ്പോൾ CTC നിന്നുണ്ടാകുന്ന mRNA എന്ന് പറയുന്നത് GAG, CAC നിന്നുണ്ടാകുന്ന mRNA എന്ന് പറയുന്നത് GUG ആണ്. GAG കോഡ് ചെയ്യുന്ന ഗ്ലൂട്ടാമിക് ആസിഡിനെയും GUG കോഡ് ചെയ്യുന്ന വാലിനെയാണ്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ഒരു ഫോൾഡിങ് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സ്ഥലത്ത് വാലിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഫോൾഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ചാർജ്ഡ് അമിനോ ആസിഡിനെ മാറ്റിയിട്ട് ന്യൂട്രൽ അമിനോ ആസിഡ് വരുമ്പോൾ അവിടെ പ്രോപ്പർ ഫോൾഡിങ് നടക്കാതെ വരും. പ്രോപ്പർ ഫോൾഡിങ് നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ ഫങ്ഷൻ ചെയ്യാതെ വരും. അപ്പോൾ RBCയുടെ ബൈകോൺകേവ് ഷേപ്പ് എലോങ്ങേറ്റ് ആയിട്ട് സിക്കിൾ ഷേപ്പായിട്ട് മാറും. അതിനാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സിക്കിൾ സെൽ അനീമിയ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ഓക്കെ, 50% ചാൻസ് ഉണ്ട് ഈ പറയുന്ന ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഒരു എന്താ പറയുക ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഈ 2 ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പേരും ഹെട്രോസൈഗസ് ഈ സിക്കിൾ സെൽ അനീമിയയ്ക്ക് ഹെട്രോസൈഗസ് ആണെങ്കിൽ 50% പ്രോബിലിറ്റി ഈസ് ദർ ടു ട്രാൻസ്മിറ്റ് ദിസ് മ്യൂട്ടന്റ് ജീൻ ടു ദ പ്രോജനി. അതായത് HbS കണ്ടീഷനിൽ നിന്ന് ഉണ്ടാകുന്ന അങ്ങനെയല്ല സോറി HbA
HBS കണ്ടീഷനിൽ നിന്ന് ഉണ്ടാകുന്ന സ്പേംസും ഓവും 50% ചാൻസ് ഉണ്ട് HBA റിസീവ് ചെയ്യാനും HBS റിസീവ് ചെയ്യാനും. അങ്ങനെ രണ്ടിലും 50% ചാൻസ് ആകുമ്പോൾ 25% ചാൻസ് ഉണ്ട്. അത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രോബബിലിറ്റി HBS കണ്ടീഷൻ ഫോർ ദാറ്റ് 25% ചാൻസ് ഈസ് ദെയർ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഫിനൈൽ കീറ്റോനൂറിയാണ്. നെക്സ്റ്റ് ഡിസീസ് ഫിനൈൽ കീറ്റോനൂറിയാണ്. ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത് ഒരു ഇൻബോൺ എററാണ്. അതായത് മെറ്റാബോളിസം നേരെ ചുവ നടക്കാതെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നേരെ ചുവ നടക്കാതെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫിനൈൽ അലനിൻ വന്നിട്ട് തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതായത് ഫിനൈൽ അലനിനെ തൈറോസിനാക്കി മാറ്റുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന എററാണ് ഈ ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. അതൊരു ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണ്. അതിൻ്റെ അബ്നോർമാലിറ്റി ഇരിക്കുന്ന ക്രോമസോം നമ്പർ 12-ലാണ്. ക്രോമസോം നമ്പർ 12-ലെ അബ്നോർമാലിറ്റി കൊണ്ടാണ് ഫിനൈൽ കീറ്റോനൂറിയ ഉണ്ടാകുന്നത്. ഫിനൈൽ കീറ്റോനൂറിയയിൽ ഫിനൈൽ അലനിൻ കുറേ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനൈൽ പൈറുവിക് ആസിഡായിട്ട് മാറും. ഫിനൈൽ പൈറുവിക് ആസിഡും അതിൻ്റെ കുറേ ഡെറിവേറ്റീവും കൂടിയിട്ട് നമ്മുടെ ബ്രെയിനിലൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് മെൻ്റൽ റിട്ടാർഡേഷനും അതുപോലെ തന്നെ യൂറിനിൽ കൂടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്തും തുടങ്ങും. അതുകൊണ്ട് തന്നെ കിഡ്നി അതിന് റീഅബ്സോർപ്ഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഈ ഫിനൈൽ കീറ്റോനൂറിയ ഉള്ള ആളുകൾക്ക് ഫിനൈൽ അലനിൻ അതേപോലെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ യൂറിൻ വഴി പാസ് ചെയ്യാൻ തുടങ്ങും. അത് യൂറിന് കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാക്കാൻ കാരണം. അതാണ് ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. ഫിനൈൽ കീറ്റോനൂറിയ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ക്രോമസോം നമ്പർ 12. ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ തലാസീമിയാണ്. തലാസീമിയ ഓൾസോ ഈസ് എൻ ഓട്ടോസോമൽ ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസീസ് ആണ്. അത് പേരൻസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ബോത്ത് പേരൻസ് അൺഅഫക്റ്റഡും ക്യാരിയറും ആണെങ്കിൽ അതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഇത് മ്യൂട്ടേഷൻ വഴിയോ ഡിലീഷൻ വഴിയോ ഒക്കെ സംഭവിക്കാവുന്നതാണ്. അതായത് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൽഫ ചെയിനിൽ ബീറ്റ ചെയിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട്, അതായത് ആൽഫ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ബീറ്റ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷനായി പറയുന്ന തലാസീമിയ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തലാസീമിയ എന്ന് പറയുന്ന അബ്നോർമൽ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ആണ്. അത് അനീമിയയ്ക്ക് കാരണം. അതായത് ഹീമോഗ്ലോബിൻ നല്ല ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ തലാസീമിയ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ആൽഫ തലാസീമിയ ഉണ്ട്, ബീറ്റ തലാസീമിയ ഉണ്ട്. ആൽഫ തലാസീമിയ എന്ന് പറയുന്ന ആൽഫ ഗ്ലോബിൻ ചെയിൻ ആയിരിക്കും അഫക്റ്റഡ് ആവുന്നത്. അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും അല്ലെങ്കിൽ അത് അബ്നോർമലായിട്ട് സിന്തസൈസ് ചെയ്യും. ആൽഫ ഗ്ലോബുലിൻ സിന്തസൈസ് ചെയ്യുന്ന രണ്ട് ജീന HbA1ന്റെ പ്രസൻസ് കൊണ്ടും HbA2ന്റെ പ്രസൻസ് കൊണ്ടുമാണ്. ഈ HbA1ഉം HbA2 ഇരിക്കുന്നത് 16th ക്രോമസോമിലാണ്. ഈ HbA1ഉം HbA2നെയും കൂടിയിട്ട് 4 അലീൽസ് ഉണ്ട്. ഏതെങ്കിലും ഒരു അലീലിലോ അതിൽ കൂടുതൽ അലീലിലോ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ തലാസീമിയ ഉണ്ടാകും. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിൽ നോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് എനി മ്യൂട്ടേഷൻ ഒക്കേഴ്സ് in these genes. അതേപോലെ ബീറ്റ തലാസീമിയ ഉണ്ട്. ബീറ്റ തലാസീമിയ ഇരിക്കുന്ന ക്രോമസോം നമ്പർ 11-ൽ, അതായത് ബീറ്റ ചെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് കൺട്രോൾ ചെയ്യുന്നത് 11th ക്രോമസോമാണ്. ഈ ബീറ്റ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് HBB എന്ന് പറയുന്ന ഒരൊറ്റ ജീനാണ് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ചെയിൻ ഇനഫ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അബ്നോർമൽ ബീറ്റ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ചെയിൻ്റെ നമ്പറിൽ കുറവ് വരും. അതിനെ നമ്മൾ ബീറ്റ തലാസീമിയ എന്ന് പറയുന്നത്. തലാസീമിയ സിക്കിൾ സെൽ അനീമിയ തമ്മിലുള്ള വ്യത്യാസം, രണ്ടും ഹീമോഗ്ലോബിനെയാണ് അഫക്റ്റ് ചെയ്യുന്നെങ്കിലും തലാസീമിയ സിക്കിൾ സെൽ അനീമിയ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലാസീമിയ ക്വാണ്ടിറ്റി കുറയും, ഹീമോഗ്ലോബിൻ്റെ ക്വാണ്ടിറ്റി കുറയുകയാണെങ്കിൽ സിക്കിൾ സെൽ അനീമിയയിൽ ഈ പറയുന്ന ഹീമോഗ്ലോബിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും. അതായത് ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. അതായത് അതിൻ്റെ സിക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഷേപ്പ് ഇല്ലായതുകൊണ്ട് അതിന് ഓക്സിജൻ എടുക്കാൻ കഴിയില്ല. മറ്റേതിന് ഇനഫ് ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള എഫിഷ്യൻസി കുറവായിരിക്കും. രണ്ടും അനീമിക് കണ്ടീഷൻ വളരെ സിവിയറായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, Chromosomal disorders absence or excess of abnormal arrangement of one or more chromosome, അതാണ് chromosomal disorders എന്ന് പറയുന്നത്. അതായത് ക്രോമാറ്റിഡ്സിൻ്റെ സെഗ്രിഗേഷൻ്റെ സമയത്ത് സെൽ ഡിവിഷൻ സൈക്കിളിൽ ക്രോമാറ്റിഡ്സിൻ്റെ സെഗ്രിഗേഷൻ്റെ സമയത്ത് പ്രോപ്പറായിട്ട് സെഗ്രിഗേഷൻ നടന്നില്ലെങ്കിൽ ദാറ്റ് ലീഡ് ടു ഗെയിൻ ഓർ ലോസ് ഓഫ് എ ക്രോമസോം. അതിന് നമ്മൾ അന്യൂപ്ലോയിഡി എന്ന് പറയും. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ക്രോമസോം, അതായത് ഒരു എക്സ്ട്രാ ക്രോമസോം റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു ട്രൈസോമി. അതായത് ഈ ഒരു
ക്രോമാറ്റിൻ ത്രെഡ് രണ്ടും സെപ്പറേറ്റ് ആയി പോയില്ലെങ്കിലാണ് ഒരു എക്സസ് ക്രോമസോം വരിക. അതേപോലെ തന്നെ ഒന്ന് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ മോണോസോമി എന്ന് പറയും. അതേപോലെ രണ്ട് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ നള്ളിസോമി എന്ന് പറയും. ഓക്കെ, അതാണ് അനിയോപ്ലോയിഡി എന്ന് പറയുന്നത് കേട്ടോ. അതിന് കുറേ എക്സാമ്പിൾസ് ആണ്. ഡൗൺ സിൻഡ്രോം, അത് എക്സ്ട്രാ കോപ്പി 21st ക്രോമസോം വരുന്നതിനെയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത് ലോസ് ഓഫ് ആൻ എക്സ് ക്രോമസോം ഇൻ ഹ്യൂമൻ ഫീമെയിൽ, എക്സോ കണ്ടീഷൻ വരുന്നതിന്, അതായത് ഒരൊറ്റ എക്സ് ക്രോമസോം മാത്രം ഫീമെയിലിൽ ഉണ്ടാവും. അതുപോലെ ടീലോ ഫേസ് കഴിഞ്ഞതിന് ശേഷം സെൽ ഡിവിഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ, സൈറ്റോകൈനസിസ് നടന്നിട്ടില്ലെങ്കിൽ, കംപ്ലീറ്റ് ക്രോമസോമും കൂടിയിട്ട് ഒരൊറ്റ സെല്ലിനകത്ത് ഒരൊറ്റ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതായത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഇറ്റ് വിൽ ബി പ്രസൻറ്റ് ഇൻ എ സിംഗിൾ സെൽ എക്സ്ട്രാ. അതിനെ നമ്മൾ പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. പോളിപ്ലോയിഡിയൊക്കെ സാധാരണ നമ്മൾ പ്ലാന്റ്സിൽ കാണുന്നതാണ് കേട്ടോ. ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ ടോട്ടൽ 46 ക്രോമസോം 23 പെയേഴ്സ് ആയിട്ടാണ് കാണുക. ഇതിനകത്ത് 22 പെയേഴ്സ് ഓട്ടോസോംസും 1 പെയർ സെക്സ് ക്രോമസോമുമാണ്. ഓക്കെ, ചിലപ്പോൾ ചില അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം ഇൻക്ലൂഡ് ആവാറുണ്ട് ചില ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്ന സമയത്ത്. അങ്ങനത്തെ അഡീഷണൽ ക്രോമസോം ഉണ്ടാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചില ക്രോമസോം ലാക്ക് ചെയ്യുന്നുണ്ട്, അത് അങ്ങനത്തെ കണ്ടീഷനിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി, അതിനെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നുപോലെ ട്രൈസോമിക്കോ അല്ലെങ്കിൽ മോണോസോമിക്കോ ഒക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ട്രൈസോമിക്ക് ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 21st ക്രോമസോമാണ് ട്രൈസോമി കാണിക്കുന്നത്. അത് അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലാങ്ഡൺ ഡൗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് കണ്ടുപിടിച്ചത്. അത് അഫക്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വലിൽ ഷോർട്ട് സ്റ്റാച്ചുവേർഡ്, അതേപോലെ സ്മോൾ റൗണ്ട് ഹെഡ്, ഫറോഡ് ടങ് ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്, പാം ഈസ് ബ്രോഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്, ഫിസിക്കൽ സൈക്കോമോട്ടർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് വിൽ ബി റിട്ടാർഡഡ്. അതാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ കേട്ടോ. സോ ഹിയർ വി ക്യാൻ സീ എ പേഴ്സൺ വിത്ത് എ ഫ്ലാറ്റ് ബാക്ക് ഓഫ് ഹെഡ്, അതേപോലെ ബ്രോഡ് ഫ്ലാറ്റ് ഫേസ്, അതേപോലെ മെനി ലൂപ്പ് ഓൺ ഫിംഗർ ടിപ്സ്, അതേപോലെ പാം ക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുക്കി ചുളിഞ്ഞ പോലത്തെ കൈകളാണ് കേട്ടോ. അതുപോലെ ബിഗ് and wrinkled tongue will be there. Congenital heart diseases will be often seen with this Down syndrome. Okay, അതാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ വന്നിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആണ്. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ക്രോമസോം എക്സ്ട്രാ, അതായത് എക്സ് ക്രോമസോം എക്സ്ട്രാ വരുന്നതിനെയാണ്. XXY കണ്ടീഷൻ വരും. ആ ജനറ്റിക് ഡിസോർഡർ ദാറ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം റിസൾട്ടിംഗ് ഇൻ ടു എ കാരിയോടൈപ്പ് ഓഫ് 47, that is XXY with XXY. ആ ഇൻഡിവിജ്വലിൽ മസ്കുലൈൻ ഡെവലപ്മെൻറ്റും ഉണ്ടാവും, പക്ഷേ ഫെമിനൈൻ ഡെവലപ്മെൻറ്റും ഉണ്ടാവും. അതായത് ബ്രസ്റ്റിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ്, ഗൈനക്കോമാസ്റ്റിയ ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലാണെന്ന് തോന്നും, ഫീമെയിൽ ആണെന്ന് തോന്നും. ആ ഇൻഡിവിജ്വൽ സ്റ്റെറൈലായിരിക്കും. അങ്ങനത്തെ ആളുകൾ സ്റ്റെറൈലായിരിക്കും കേട്ടോ. അത് ക്ലിൻഫിൽട്ടർ സിൻഡ്രോമിൻ്റെ ലക്ഷണമാണ് ആ എ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ടോൾ സ്റ്റാച്ചർ വിത്ത് ഫെമിനൈസ്ഡ് ക്യാരക്ടർ. ഇനി ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത് XO കണ്ടീഷനാണ്. അതായത് മോണോസോമിയാണ്. അതായത് ഫീമെയിലിൽ ഒരു എക്സ് ക്രോമസോം ലാക്ക് ചെയ്യും. സോ ഹിയർ സച്ച് ഡിസോർഡർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എക്സ് ക്രോമസോം. 45 വിത്ത് XO. സച്ച് ഫീമെയിൽ ആർ സ്റ്റെറൈൽ, ഓവറി എല്ലാം റുഡിമെൻ്ററി ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ കാണിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്ന 18th ക്രോമസോം എക്സ്ട്രാ വരുന്നതിനെയാണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. പാറ്റോ സിൻഡ്രോം, PATAUS, പാറ്റോ സിൻഡ്രോം ദാറ്റ് ഈസ് ഡ്യൂ ടു ട്രൈസോമി ഇൻ 13th ക്രോമസോം, 13th ക്രോമസോം എക്സ്ട്രാ വരുന്നതാണ് പാറ്റോ സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ ക്രിഡ്യൂ ചാറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്രോമസോം ലോസ് ആവുന്നതിനല്ല, 5ാമത്തെ ക്രോമസോമിൻ്റെ ഷോർട്ട് ആം വന്നിട്ട് അതിൻ്റെ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറേഞ്ച് ചെയ്യുന്ന സെൻട്രോമിയർ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് 2 ആംസ് നമുക്ക് കാണാം. ഒന്ന് ചിലപ്പോൾ ചെറുതും ഒന്ന് വലുതുമായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഒന്നുപോലെ ആയിരിക്കും. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിനകത്ത് ആ ഷോർട്ട് ആം വരുന്നത് ഡിലീറ്റ് ആയി പോകുമ്പോഴാണ് ക്രിഡ്യൂ ചാറ്റ് സിൻഡ്രോം ഉണ്ടാകുന്നത്. അതേപോലെ ഒരു ഓട്ടോസോമൽ റിസസീവ് ഡോമിനൻ്റ് ട്രേറ്റിന് വേറൊരു എക്സാമ്പിളാണ് പോളിഡാക്റ്റിലി കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഫിംഗർ വരില്ല, ചില ആളുകൾക്ക് 6 വിരലുകൾ കണ്ടിട്ടില്ലേ, അത് പോളിഡാക്റ്റിലി ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസീസാണ്. അതുപോലെ ഹണ്ടിങ്ടൺസ് കൊറിയ എന്ന് പറഞ്ഞാൽ മസിൽ ആൻഡ് മെൻ്റൽ ഡിറ്റീരിയറേഷൻ ഉണ്ടാകുന്നതാണ് അതിൻ്റെ സിംറ്റംസ് വന്നിട്ട്. അതും ഒരു ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസീസാണ് കേട്ടോ. ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസീസിന് മയോട്ടോണിക് ഡിസ്ട്രോഫി മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതിന് ഞാൻ 2 എക്സാമ്പിളും കൂടെ പറഞ്ഞു. Polydactyly and Huntington's chorea. These 2 are autosomal dominant disease. Okay.
സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ എടുത്തൊന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഞാനതിൻ്റെ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വിത്തൗട്ട് ഫെയിൽ യു ക്യാൻ ജോയിൻ ഇൻ ദാറ്റ്. ഓക്കെ.